താഴെയാണ്. പക്ഷേ ശരിക്കും ഈ താഴെ സ്പെയർ വീൽ വരുന്ന വാഹനങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് ക്രൂയിസ് കൺട്രോളിൽ എത്ര സ്പീഡ് ഏതൊരു രീതി വേണം, ഇനി നിയറായിട്ട് വേണോ, ഡിസ്റ്റൻസ് കൂട്ടണോ, അങ്ങനെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു സീറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ക്യാപ്റ്റൻ സീറ്റാണ് നമ്മൾ പിരിക്കാൻ പോകുന്നത്. അതായത് അത് മാത്രമേ എനിക്ക് കുറച്ചൊരു അരോചകമായിട്ട് തോന്നിയിട്ടുള്ളൂ, ടു ബി വെരി ഫ്രാങ്ക്. കാരണം സെപ്പറേറ്റ് ആയിട്ട് ഓരോ മോട്ടോഴ്സും ഈ സീറ്റ് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. ആദ്യം ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചേ. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഹുണ്ടായുടെ ഏറ്റവും പുതിയ മോഡൽ അൽക്കസാറാണ്. അതായത് ഹുണ്ടായിലെ പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങളിൽ ഒന്നായ അൽക്കസാറാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഏതായാലും ഈ വാഹനത്തിൻ്റെ വിശേഷം പറയാൻ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് വേറൊന്നും കൊണ്ടല്ല, നല്ല സ്മൂത്ത് അഥവാ നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്, ഒരു കിഡ് വാഹനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന വിശേഷങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ വേറെ പല വാഹനങ്ങളുടെ ചെറിയൊരു ഭാഗങ്ങളൊക്കെ, പല വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുണ്ടായുടെ വാഹനങ്ങളുടെ ചെറിയ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു കോപ്പി അല്ലെങ്കിൽ അതാണെന്ന് തോന്നും എന്ന് തന്നെ നമുക്ക് പറഞ്ഞ് ആദ്യം തുടങ്ങാം. ഏതായാലും ഇവിടെ ഒരു H ഷേപ്ഡ് DR നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് H ഷേപ്പ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ തൊട്ട് താഴെ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു DR ഇത്രയും പോർഷൻ മാത്രമേ ഉള്ളൂ. കണക്റ്റഡ് ലൈറ്റ്സ് നമുക്ക് വരുന്നത് പാർക്ക് ലൈറ്റ് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു കണക്റ്റഡ് ലൈറ്റ്സ് ഓൺ ആവുന്നത്. അല്ലാത്ത പക്ഷം നമുക്കിവിടെ DR ഇതൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റുമാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്ലോട്ടിംഗ് ടൈപ്പാണ് വരുന്നത്. ഹസാർഡ് ഇടുമ്പോൾ മാത്രം നോർമൽ ടൈപ്പ് വർക്കിംഗ് വരും. തൊട്ട് താഴോട്ട് വരുമ്പോൾ ഒരു ക്വാഡ് LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അത് റിഫ്ലക്ടർ വരുന്ന ടൈപ്പ് LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. 4 ചേമ്പേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ക്വാഡ് LED എന്ന് പറയുന്നതിൻ്റെ കാര്യം. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വന്ന പഴയ അൽക്കസാർ കണ്ടിട്ടുള്ളവർക്കറിയാം, നമുക്കൊരു ചെറിയ ഫോഗ് ലാമ്പ് യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഫോഗ് ലാമ്പ് യൂണിറ്റ് ഇല്ല. പഴയ അൽക്കസാറൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഹുണ്ടായി ക്രെറ്റയുടെ ഒരു ഡിസൈൻ പോലെ തോന്നും. ഇതിലും ക്രെറ്റയുടെ ഡിസൈൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെയോ. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു ഗ്രില്ലാണ് നമുക്കിവിടെ വരുന്നത്. അതൊരു ഡാർക്ക് ക്രോം എലമെൻ്റ് ആണ് ഇതിലേ ഇങ്ങനെ പോകുന്നത്. തൊട്ട് മേളിലായിട്ട് തന്നെ നമുക്കൊരു 360 ഡിഗ്രി ക്യാമറ കാണാം. ഒരു ഹുണ്ടായുടെ ലോഗോ കാണാൻ സാധിക്കും. ഇതിലേ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ റഡാറും കാണാൻ സാധിക്കും. അതായത് ഈ വാഹനത്തിൽ അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. ഹുണ്ടായുടെ അഡാസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് EV വാഹനമൊക്കെ ഓടിച്ച സമയത്താണല്ലോ നമ്മൾ ഒരുപാട് അഡാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വേറെ ക്രെറ്റയൊക്കെ ഓടിച്ചപ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ അഡാസ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാത്തത്. ഇത് കഴിഞ്ഞ് തൊട്ട് താഴെ വരുമ്പം ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ ഇരിക്കുന്ന ഈ ഒരു പോർഷൻ നല്ല രസമുണ്ട്. താഴത്തെ നല്ലൊരു എയർ ഡാമും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ 4 സെൻസേഴ്സും നമുക്ക് വരുന്നുണ്ട്. 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സും ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇതെല്ലാം അഡാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അഡാസിനെ സപ്പോർട്ട് ചെയ്യാൻ മേളിലൊരു ക്യാമറ യൂണിറ്റും നമുക്കിവിടെ വരുന്നുണ്ട്. മേളിൽ റെയിൻ സെൻസറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഓട്ടോ വൈപ്പർ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതായാലും ഹുഡ് കാണുമ്പോൾ കിടു, അതായത് അതിൻ്റെ ബൾജിങ് ലൈൻസും കാര്യങ്ങളൊക്കെ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഓവറോൾ ഫ്രണ്ടേജ് ലുക്ക് കൊണ്ട് ഒരു കിടു വാഹനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിലത്തെ വിശേഷങ്ങൾ നോക്കാം. സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഏതായാലും ഈ പവർ ബൾജ് പോലെയൊക്കെ ഈ ഒരു പോർഷൻ ഫെൻഡറിലൊക്കെ വരുന്ന ഈ ഒരു പവർ ബൾജ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ഒരു DC എഴുതിയിട്ടുണ്ട്. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ സൈഡിലത്തെ ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ ഗ്ലോസി പെയിൻറ്റഡ് ആണ്, ബട്ട് പ്ലാസ്റ്റിക് ആണ് നമുക്കിവിടെ എല്ലാം വരുന്നത്. ഏതായാലും അത് പെട്ടെന്ന് എടുത്തറിയത്തില്ല. ഒരു SUV-യുടെ ഒരു തടിച്ച് അല്ലെങ്കിൽ ആ പുറത്തോട്ട് ചാടിയ ഒരു എഫക്റ്റ് ഇല്ല. എല്ലാം ഫ്ലാറ്റ് ആയിട്ട് അതിലോട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു രീതിക്കാണ് വരുന്നത്. നമുക്ക് ടയറിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ടയറിൻ്റെ സൈസ് വരുന്നത് 215, 55, 18 വരുന്നത്. അതായത് 18 ഇഞ്ചിൻ്റെ ടയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ തൊട്ട് താഴത്തെ മോഡൽ വരുമ്പോൾ 17 ഇഞ്ചാണ് വരുന്നത്. ഒരു ഡയമണ്ട് കട്ട് അലോയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ഈ ഒരു വാഹനത്തിൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. ആദ്യം ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചേ. യെസ്, അങ്ങനെ അത് ലോഡായത് കേട്ടോ. തൊട്ട് താഴെ നമുക്ക് ഈ റണ്ണിങ് ബോർഡിലോട്ട് പോകുന്ന ഈ ഒരു പ്ലേറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതൊരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ മിറർ വരുന്നത്, അതിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറയും വരുന്നുണ്ട്. ഒരു പടി ലൈറ്റും ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം, അതെല്ലാം നമുക്ക് അകത്ത് തന്നെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മിറേഴ്സിൽ തന്നെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ കൂടെ ഏതെങ്കിലും വാഹനം കടന്നു വരികയാണെങ്കിൽ നമുക്ക് വാഹനത്തിനകത്ത് ഇരുന്ന് തന്നെ അറിയാൻ സാധിക്കും. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ഇവിടെ ഒരു ടച്ച് ടൈപ്പ് സ്വിച്ചാണ് വരുന്നത്, റിക്വസ്റ്റ് സ്വിച്ചാണ് വരുന്നത്. നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ താക്കോൽ അകത്തുള്ളതുകൊണ്ട് ലോക്ക് ആകത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നതിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഇതൊരു ആക്റ്റീവ്
ആക്റ്റീവായിട്ടുള്ള ഒരു റൂഫ് റെയിലാണ് വരുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും രീതിക്ക് ഒരു ബാറൊക്കെ വെച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു റൂഫ് റെയിൽ വന്നിരിക്കുന്നത്. അത് കുറച്ചൊന്ന് സ്റ്റാൻഡപ്പ് ഒരു മോഡലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഒരു SUV-ൻ്റെയൊക്കെ ഒരു എടുപ്പ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു ഫൈബർ പാർട്ട് തന്നെയാണ് ഇവിടെ എല്ലാം വരുന്നത്. ഒരു കാണാൻ നല്ല രസമുണ്ട്. അത് ഗ്ലോസി പെയിൻറ്റഡ് തന്നെ ആയതുകൊണ്ട് അതിൽ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ട ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണുന്നില്ല. പുറയിലൊരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് കാണാൻ സാധിക്കും. പുറയിൽ ആൾക്കാർക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഒരു 6 സീറ്റർ വാഹനമാണ്. നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ അകത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു വാഹനത്തിൻ്റെ അടുത്തൊരു രസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു വലിയൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും, അൽക്കസാർ എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ടെയിൽ ലൈറ്റാണ്, അതായത് കണക്റ്റഡ് ടെയിൽ ലൈറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും കണക്റ്റഡ് ടൈപ്പ് ലൈറ്റ്സ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഒരു H ഷേപ്പിൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ സീക്വൻഷ്യൽ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഹുണ്ടായുടെ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. റിയർ വൈപ്പർ, അതുപോലെ തന്നെ വാഷർ സ്പ്രേ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും മേളിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന, ഡീഫോഗ് ലൈൻസ് വരുന്ന റിയർ ഗ്ലാസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നമുക്കിവിടെ ടെർബോ കാണുന്നുണ്ട്. ടെർബോ വേരിയൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പെട്രോളാണ്, 1.5 ടെർബോ ആണ് നമുക്കിവിടെ ഉള്ളത്. സിഗ്നേച്ചർ വേരിയൻറ്റും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് നമുക്ക് വരുന്നത്. തൊട്ട് താഴെ ഈ കാണുന്ന റിഫ്ലക്റ്റേഴ്സ് ആണ്, നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി. അത് കഴിയുമ്പോഴത്തേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആക്റ്റീവായിട്ടുള്ള 2 എക്സോസ്റ്റ് ടെയിൽ പൈപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് സ്പോട്ടി വാഹനമായിട്ട് തന്നെ ഫീൽ ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്. 2 ലൈസൻസ് ലാമ്പും 360 ഡിഗ്രിയുടെ ഒരു ക്യാമറയും ബാക്കിൽ വരുന്നുണ്ട്. ഒരു 6 സീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിന് ബൂട്ട് സ്പേസ് കുറവാണ്. 180 ലിറ്റർ ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്കത് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിവറെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റിനെ ഫോൾഡ് ചെയ്തിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സീറ്റിനെയും അതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിലത്തെ സീറ്റേ തട്ടി നിൽക്കുന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിലും ഫോൾഡ് ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. യെസ്, അപ്പം അതും ഫോൾഡായി. ഇങ്ങനെ ഫോൾഡായി കഴിഞ്ഞാൽ ഏകദേശം 510 ലിറ്ററോളം ഇതിൻ്റെ ബൂട്ട് സ്പേസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഫ്രണ്ടിലുള്ള സീറ്റും കൂടെ വേണമെങ്കിൽ ഇതുപോലെ മറിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെയും നമുക്ക് ഏരിയ കൂടുതൽ കിട്ടുകയാണ്. അപ്പം നല്ല രീതിക്ക് ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ടെങ്കിലും അകത്ത് ഇതിനും വേണ്ട സ്ഥലമുണ്ടോ? അതായത് കൃത്യമായിട്ടൊരു 6 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് ഈ ഒരു സംശയത്തിനൊരു വഴിയും കൂടെ നോക്കാം. അതുപോലെ നമുക്കിവിടെ കിട്ടുന്ന കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഹുക്കുണ്ട്. ബെൽറ്റ് കിടന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സുഖമായിട്ട് ഇതിൽ കയറ്റി വെക്കാൻ സാധിക്കും. ഈ ഒരു സൈഡിലും നമുക്കിങ്ങനെ ബെൽറ്റ് ഹുക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു സബ് ഊഫറും നമുക്കിവിടെ വരുന്നുണ്ട്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബോസിൻ്റെ സബ് ഊഫറാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജാക്കും അതിൻ്റെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റത്തിലേക്ക് വരുന്ന ആംബ് ആണെന്ന് എൻ്റെ വിശ്വാസം ഈ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബോസ് എന്ന് കൊടുത്തപ്പോൾ ഞാൻ അതാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഏതായാലും ഞാനിത് ഒന്നുകൊണ്ടൊന്ന് കൺഫേം ആക്കിയിട്ട് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. ഇതിൻ്റെ സ്പെയർ വീൽ വരുന്ന ഇതിൻ്റെ താഴെയാണ്. പക്ഷേ ശരിക്കും ഈ താഴെ സ്പെയർ വീൽ വരുന്ന വാഹനങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എല്ലാവർക്കും അത്ര സിമ്പിളായിട്ട് ഇത് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വാഹനത്തിനകത്ത് വരുന്നൊരു സ്പെയർ വീലും ഇതുപോലെ അണ്ടർബോഡി വരുന്ന സ്പെയർ വീലും രണ്ടും രണ്ടാണ്. ഇത് ഊരിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. അകത്തെ വിശേഷങ്ങളൊന്നും നോക്കാം. ആദ്യം നമ്മുടെ ഡ്രൈവർ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഫീച്ചേഴ്സ് അഥവാ ഈ കീസ് എല്ലാം കോമൺ ആണെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഹുണ്ടായുടെ മിക്ക വാഹനങ്ങളിലും ഈ സെയിം പാറ്റേൺ ആണ് വരുന്നത്. നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് മിറർ വേണോ ലെഫ്റ്റ് മിറർ വേണോ എന്നുള്ള സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണാണ് വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് വരുന്നുണ്ട്. ഇത് ഡ്രൈവർ സൈഡ് മാത്രം 1 ടച്ച് അപ്പ് 1 ടച്ച് ഡൗണും വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം നോർമൽ ടൈപ്പാണ് വരുന്നത്. മിറേഴ്സ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ വരുന്നത്. അതായത് പിള്ളേർ ബാക്കിൽ കയറി കഴിഞ്ഞിട്ട് അവരിപ്പം ലോക്കോ അൺലോക്കോ ചെയ്യുക, മീൻസ് അവർ ഓപ്പണോ ക്ലോസോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 സ്വിച്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ 2 സ്വിച്ച് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സീറ്റിൽ മെമ്മറി ഫംഗ്ഷൻ വരുന്നുണ്ട്. അതായത് 2 പേർക്ക് സീറ്റ് സെറ്റ് ചെയ്തിടാൻ സാധിക്കും. ഒന്നെങ്കിൽ എനിക്ക് സെറ്റ് ചെയ്തിടാം, ഇനി എൻ്റെ ഒരു ഫ്രണ്ട് ഈ വാഹനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് വേണമെങ്കിൽ 2 സെറ്റ് ചെയ്തിടാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. ഇത് തന്നെ ഡ്രൈവർ സൈഡിലോട്ട് കയറുന്ന സമയത്ത് 8 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും അടിപൊളിയായിട്ട് ഈ ഒരു ഫീച്ചർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ബോസിൻ്റെ സ്പീക്കർ കാണാൻ സാധിക്കും.
സ്പീക്കർ യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇവിടെ കൊള്ളും. ഇവിടെ സൈഡിലും ചെറിയൊരു പോക്കറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഏരിയ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡോർ പാഡ് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അകത്തോട്ട് വരുമ്പോൾ ഹുണ്ടായുടെ മെയിൻ കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു മാഗ്നറ്റിക് പാഡ് കിടുവാണ്. എല്ലാം ഹുണ്ടായി വാഹനങ്ങളിൽ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് പാഡ് കാണാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും പടമൊക്കെ കാണണം, മീൻസ് ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെക്കാൻ സാധിക്കും. തൊട്ട് താഴെ ഒരു AC വെൻറ്റ് കാണാം. അത് നമുക്ക് ലോക്ക് ചെയ്തിടാൻ സാധിക്കും, അൺലോക്കും ചെയ്യാം. ഇതിൻ്റെ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഒരു ലൈൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നത് നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഈ ഒരു പോർഷനിൽ നമുക്ക് എന്തെങ്കിലും വെക്കാം. അവിടെ ഒരു റബ്ബറിൻ്റെ ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതും അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹുണ്ടായുടെ സ്ഥിരം വരുന്ന ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്റ്റിയറിംഗ് ടിൽറ്റും അഡ്ജസ്റ്റ് ചെയ്യാം, ടെലിസ്കോപ്പിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് തൊട്ട് താഴെയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പൊസിഷനാണ്. ഇത് എപ്പോഴും 0 തന്നെ ഇടുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി മേളിലോട്ട്, അതായത് ഒത്തിരി ഫ്രണ്ടിലോട്ട് പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഇതൊരു അല്പം താക്കുക. 1 2 3 എന്ന് പറഞ്ഞാൽ താഴുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ 0 ഇടണമെന്ന് പറഞ്ഞത്. ഇനി പാർക്ക് സെൻസർ ഓഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. പക്ഷേ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് പറഞ്ഞു തന്നോളാം. അതുപോലെ തന്നെ ഓട്ടോ ഓഫ്, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഫ്യൂസ് കേസും OBD റീഡർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ 10.23 ഇഞ്ചിൻ്റെ ഒരു വലിയ ക്ലസ്റ്റർ മീറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡോർ ഓപ്പൺ എന്നുള്ളതിൻ്റെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ടാക്കോമീറ്റർ ആകുന്നതാണ്. നമുക്ക് ടാക്കോമീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിനകത്ത് നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്കതിൻ്റെ മീറ്ററിലെ ഓരോ മാറ്റങ്ങൾ, അതായത് നമുക്ക് നാവിഗേഷൻ കാണാൻ സാധിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ പ്രഷർ മോണിറ്റർ, ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രം കാണാൻ സാധിക്കത്തുള്ളൂ. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ആനിമേറ്റഡ് വ്യൂ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടത് ഇവിടെ താഴോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് വെച്ചാണ് നമ്മളത് താഴോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി ഡിജിറ്റലായിട്ട് നമുക്ക് സ്പീഡോമീറ്റർ കാണണമെന്നുണ്ടെങ്കിലാണ് ഇപ്പോൾ ഡിജിറ്റൽ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും അഡാസിൻ്റെ സെറ്റിംഗ്സും എല്ലാം ഈ ഒരു സ്വിച്ചാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പോർഷൻ വരുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. ഒരു 10.3 ഇഞ്ചിൻ്റെ സെയിം സിസ്റ്റമാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഹുണ്ടായുടെ പല വാഹനങ്ങളിലും എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞു പോയേക്കാം. ഇതിനകത്ത് സെറ്റിംഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ ഒരുപാട് സെറ്റിംഗ്സ്, വെഹിക്കിൾ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരുപാട് സെറ്റിംഗ്സ്, അതായത് ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ എന്തൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് ക്രൂയിസ് കൺട്രോളിൽ എത്ര സ്പീഡ്, ഏതൊരു രീതി വേണം, ഇനി നിയറായിട്ട് വേണോ, ഡിസ്റ്റൻസ് കൂട്ടണോ അതോ ഫാർ വേണോ, ഏത് രീതി വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു വാഹനത്തിൻ്റെ എത്ര ഡിസ്റ്റൻസ് ഇടണം, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ഈ ഒരു ഡിസ്പ്ലേയിലാണ് സെറ്റ് ചെയ്യുന്നത്. പാർക്കിങ്ങിൻ്റെ സെറ്റിങ്സ് ആണെങ്കിലും ഡ്രൈവിങ്ങിൻ്റെ സെറ്റിങ്സ് ആണെങ്കിലും വാണിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അതായത് വാണിംഗ് എങ്ങനെ വരണം കാര്യങ്ങളൊക്കെ, അതായത് സെറ്റ് ദ പ്രോപ്പർ, നമ്മുടെ ഫ്രണ്ടിലത്തെ വാഹനം മുമ്പോട്ട് നീങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും വാഹനം ഇൻഫർമേഷൻ തരണം. ഇതൊക്കെയാണ് ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇനി വാർണിംഗ് മെത്തേഡ്സ് ഏതൊക്കെ രീതിക്ക് വേണം അതുമെല്ലാം വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ, ഇനി ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിങ്സ് ഉൾപ്പെടെ, അതായത് ഈ ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിങ്സ് പോലും നമുക്കിവിടെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. തീം നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ തീം മാറ്റാം. അതായത് ഇപ്പം നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന തീം മാറ്റി ഈ ഒരു രീതിക്ക് ആക്കാം. ഇനി അതിൽ ക്യൂബ് ഡിസൈൻ വേണമെങ്കിൽ ക്യൂബ് ഡിസൈൻ ആക്കാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം ഞാനത് പഴയ രീതി തന്നെ ആക്കാം. ഇതാണ് കുറച്ചുകൂടെ കൺവെൻഷണൽ ടൈപ്പും കാണാൻ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറേ സെറ്റിങ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ മേളിലും ഒരു സ്പീക്കർ വരുന്നുണ്ട്. അതായത് 8 സ്പീക്കർ ടോട്ടൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. തൊട്ട് താഴോട്ട് വരുമ്പോൾ 2 AC വെന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലൈമറ്റ് കൺട്രോളും, ഓട്ടോ ACയുടെ ക്ലൈമറ്റ് കൺട്രോളും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത്. അതായത് മാപ്പ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് നമുക്ക് വരുന്നതാണ്. അത് കഴിയുമ്പോൾ നാവി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം, അതായത് നാവിഗേഷൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ, ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. റേഡിയോ വേണമെങ്കിൽ റേഡിയോ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. നാവിഗേഷൻ തൊട്ടൊരു സൈഡിലായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മീഡിയ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പെൻഡ്രൈവ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെൻഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രാക്ക് മാറ്റുക കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. റൈറ്റ് ലെഫ്റ്റ് എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് ഇടാൻ സാധിക്കും. സെറ്റപ്പ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാനുവലായിട്ട് നമുക്ക് ട്യൂൺ ചെയ്യണമെങ്കിൽ ട്യൂൺ ചെയ്യാം. പവർ ബട്ടണും വരുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ഇവിടെ തന്നെയാണ് വരുന്നത്. AC നമുക്കിവിടെ വരുന്നത് ഡ്യുവൽ ടോൺ AC ആണ് വരുന്നത്. അതായത് റൈറ്റും ലെഫ്റ്റും സെപ്പറേറ്റ് ആയിട്ടുള്ള AC ആണ് നമുക്കിവിടെ വരുന്നത്. രണ്ടിലും 2 ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലെ
ടെമ്പറേച്ചർ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സെറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലുള്ള വേറെ രീതിക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടും ഒന്നാക്കണമെന്നുണ്ടെങ്കിൽ സിംഗ്രണൈസ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് ചെയ്യാം. ഫാൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഈ ഒരു ബട്ടണാണ്. ഫാൻ്റെ സ്പീഡ് കുറയ്ക്കുന്നത്. ഇതെല്ലാം ടച്ചാണ് നമുക്കിവിടെ ഫുള്ള് വരുന്നത്. എ സിയുടെ പൊസിഷൻ, അതായത് എയർ ഫ്ലോയുടെ പൊസിഷൻ ഏത് രീതിക്ക് വേണം, എ സി ഓൺ ഓഫിൻ്റെ സ്വിച്ചാണ് ഈ വരുന്നത്. ഇതിന് ഓട്ടോ കൺട്രോൾ ആക്കണമെങ്കിൽ ഓട്ടോ കൺട്രോൾ, സിംഗ്രണൈസ് ചെയ്യാൻ ഞാനിപ്പോൾ പറഞ്ഞു. ഇൻസൈഡ് സർക്കുലേഷൻ ഓൺ ചെയ്യണമെങ്കിൽ റിയർ ഡീഫോഗറാണ് വരുന്നത്, ഫ്രണ്ട് ഡീഫോഗറാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ടെമ്പറേച്ചർ രണ്ടിൻ്റെ സെറ്റിംഗിനായിട്ട് സെപ്പറേറ്റ് ടോഗിൾ സ്വിച്ചസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചാർജിങ് പാഡ് കാണാൻ സാധിക്കും. ഒരു വയർലെസ് ചാർജിങ് പാഡ് ഇവിടെ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് പാഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ടൈപ്പ് സി ചാർജിങ് ഒരു ഔട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ്, അതായത് ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. USB എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നത് വയേർഡ് ആണ്. അതിനാണ് ആ ഒരു USB അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയർ ലിവർ നോബാണ്. ഈ ഒരു വാഹനം ഒരു 7 സ്പീഡ് DCT വാഹനമാണ് നമുക്ക് വരുന്നത്. പാർക്ക് മോഡിൽ, റിവേഴ്സ് മോഡ്, ന്യൂട്രൽ മോഡ്, ഡ്രൈവ് മോഡ്, അതിൽ തന്നെ സീക്വൻഷ്യൽ മോഡായിട്ട് നമുക്ക് പ്ലസ് ആൻഡ് മൈനസ് കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് മോഡായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒരു രക്ഷയില്ല, നല്ല കീടുമാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈക്കോ, നോർമൽ, സ്പോർട്സ്, ഇലക്ട്രിക് പാർക്ക് മോഡ് കാണാൻ സാധിക്കും. ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. 360യുടെ ക്യാമറ വ്യൂ കാണണമെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ക്യാമറ വ്യൂ കാണാൻ സാധിക്കും. അതിൽ ഏത് വ്യൂ വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഇങ്ങനെ മാറ്റി നമുക്ക് നോക്കാം. ഡ്രൈവർ സൈഡിലെ ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ കാര്യം. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നമുക്ക് വരുമ്പോൾ 2 വെന്റിലേറ്റഡ് സീറ്റ്സ് കാണാൻ സാധിക്കും. ഇത് ഡ്രൈവർ സൈഡിലെ സീറ്റ്, ഇത് കോ ഡ്രൈവർ സൈഡിലെ സീറ്റാണ്. നമുക്ക് വെന്റിലേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡ് കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അത് നല്ല രസമുണ്ട്, നമുക്ക് ഫീൽ ചെയ്യാം. ഒരു ഹൈറ്റിൽ അല്പം കയറിയാണ് ഇരിക്കുന്നത്, ഒന്നിച്ചിട്ട് താഴ്ന്നാണ് ഇരിക്കുന്നത്. അതായത് ചെറിയ കപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ രീതിക്കുള്ള സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഒരു ആംറസ്റ്റിൻ്റെ പുറത്ത് കാണാം. ആംറസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെ നല്ല കീട് ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സൺവൈസർ കാണാൻ സാധിക്കും. വേറെ ഒന്നും തന്നെ ഇല്ല, ഫ്രീ ആയിട്ടുള്ളൊരു സൺവൈസറാണ്. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ, അതായത് എന്തെങ്കിലും ഗ്ലാസ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. 2 മൈക്ക് യൂണിറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 LED ലൈറ്റ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഒന്നെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കത്തുന്ന രീതിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇനിയിപ്പോൾ അല്ലാതെ ഡോർ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്കിലെ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഓൺ ആകുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പനോരമിക് സൺറൂഫാണ് വരുന്നത്. നല്ല രസം നമുക്ക് ഫീൽ ചെയ്യും. എന്താ നോക്കിയോ, നല്ല കീടുമായിട്ട് അങ്ങ് വൈഡ് ഏരിയ ആണ്. പക്ഷേ ഗ്ലാസ് ഇത്രേ ഓപ്പൺ ആകത്തുള്ളൂ, ഇവിടം വരെ അത് സ്റ്റോപ്പ് ആവുകയാണ്. ഏതായാലും സൺറൂഫ് അത്യാവശ്യം നല്ല അടിപൊളി തന്നെയാണ്. കിടു, ഇഷ്ടപ്പെട്ടു. യെസ്, അങ്ങനെ നമ്മുടെ കോ ഡ്രൈവർ സീറ്റിലൊന്ന് ഇരുന്ന് നോക്കാം. ഏതായാലും കുഴപ്പമില്ല, അത്യാവശ്യം നോർമലാണ്. അയ്യോ, ചെറുതായിട്ടൊന്ന് കാല് മുട്ടി, അല്ലെങ്കിൽ ഞാൻ ബാക്കിലോട്ട് ഇറക്കിയിടണം. ഇവിടെ നമുക്ക് വരുന്ന ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റാണ് വരുന്നത്. അതായത് ഇലക്ട്രിക്കൽ സീറ്റ് തന്നെയാണ് നമ്മുടെ ഡ്രൈവർ സൈഡിലുള്ള പോലെ തന്നെ കോ ഡ്രൈവർ സൈഡ് സീറ്റിലും വരുന്നത്. ഗ്ലോ ബോക്സ് നമുക്ക് കിട്ടുന്ന ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ആവശ്യാനുസരണം അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്തിടാനും സാധിക്കും. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഈ രണ്ട് സീറ്റിലും വരുന്നുണ്ട്. അത് മാത്രമല്ല, ബാക്കി കൂടെ പറഞ്ഞുതരാം. ഏതായാലും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നല്ല ഫിനിഷാണ്. അതായത് എനിക്ക് ഈ ആംറസ്റ്റും യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഈ സൈഡിലെ ആംറസ്റ്റും യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യാൻ സാധിക്കും. ബാക്കി AC വെൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ ഒരു ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഹൊറിസോണ്ടൽ ലൈൻ പോലെയൊക്കെ വരുന്ന ഈ ഒരു ഡിസൈൻ നല്ല കിഡുമാണ്. അതായത് ഒരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് ഈ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ നല്ല അടിപൊളി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഏതായാലും ഈ സൈഡ് വരുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് നോക്കാം. യെസ്, നല്ല രീതിക്ക് മുഖമൊക്കെ കാണാം. മുഖമൊക്കെ കണ്ടതല്ലേ, കൊള്ളാമല്ലോ എന്നൊക്കെ പറയാം. പക്ഷേ ഒരു ലൈറ്റ് മിസ്സിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനായിരിക്കും ഈ ലൈറ്റ് ഇട്ടാൽ വെട്ടം കിട്ടുമല്ലോ എന്നുള്ള വിചാരത്തിലായിരിക്കും. നോ പ്രോബ്ലം. അതുപോലെ തന്നെ നമുക്കൊരു റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. അതായത് ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന റിയർ വ്യൂ മിററാണ് വരുന്നത്. SOS വരുന്നുണ്ട്, അതിൽ ക്രെയിനിൻ്റെ ഫംഗ്ഷൻ വരുന്നുണ്ട്, ബ്ലൂ ലിങ്കും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതായാലും നമുക്കിനി ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡും കൂടെ ഇരുന്നിട്ട് ബാക്കിലെ വിശേഷങ്ങളോട് പെട്ടെന്ന് നോക്കാം. യെസ്, അങ്ങനെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു സീറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ക്യാപ്റ്റൻ സീറ്റാണ് നമ്മളിപ്പോൾ ഇരിക്കാൻ പോകുന്നത്. അതായത് ഫ്രണ്ടിലിരിക്കുന്ന അതേ കംഫോർട്ട്, അതിൽ കൂടുതൽ കംഫോർട്ട് കിട്ടുന്ന ഒരു രീതിയാണ് ബാക്കിലത്തെ സീറ്റ്. അതായത് നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്ന ഈ ഒരു തൈ സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും, വേണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് പഴയ കണ്ടീഷനിലാക്കാം. ഞാൻ ഈ സീറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈറ്റ് ഫിറ്റ് സീറ്റാണ്. നല്ല രീതിക്ക് നമ്മൾ പിടിച്ചിരുത്തും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ തലയൊന്ന് നോക്കിക്കണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിലും നമുക്കൊരു വിങ് പോലെ തന്നെ, അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ ഒരു വിങ് ആണ് കിട്ടുന്നത്. അതായത് വിങ്സ് പോലെ തന്നെ നമ്മളിങ്ങനെ ചിറക് പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീൽ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഏതായാലും സീറ്റ് ഇച്ചിരി ബാക്കിലോട്ടാക്കുകയാണ്. ഓക്കെ, ഇത് മാക്സിമം ആണ് ബാക്കിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ സീറ്റ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാക്കണം, കാരണം ഞാൻ ബോസാണ്, എനിക്ക് നല്ല രീതിക്ക് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ ദേ ഈ സൈഡിലൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ സീറ്റിനെ നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ചാരും മറിക്കാൻ സാധിക്കും എത്ര വേണമെന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഓൺ ദ വെയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം എനിക്ക് വേണ്ടൊരു പൊസിഷനിൽ എനിക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. എൻ്റെ രീതിക്ക് ഇത് സെറ്റായി എനിക്കിവിടെ ലാപ്ടോപ്പ് വെച്ച് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി ഏതെങ്കിലും രീതിക്ക് കപ്പ് ഹോൾഡേഴ്സോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ കപ്പ് വയ്ക്കാൻ സാധിക്കും. എന്തെങ്കിലും വെള്ളം കുടിക്കാനോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കപ്പ് വയ്ക്കാം. ഒരു ടാബോ കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെക്കാൻ സാധിക്കും. നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട് 3.5 kg മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വെന്റിലേറ്റഡ് സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ. ബാക്ക് സൈഡിൽ വരുന്ന വെന്റിലേറ്റഡ് സീറ്റാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 3 ലൈറ്റ് വരുന്നത്. അതായത് ഇപ്പം 3 സ്പീഡിലാണ്, 3rd സ്പീഡിലാണ്. ഇനി സെക്കൻഡ് ആക്കാം, ഫസ്റ്റ് ആക്കാം, ഓഫ് ആക്കാം. അപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ AC ഓൺ ആക്കിയിട്ട്, അതായത് സീറ്റ് വെന്റിലേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതെനിക്ക് ഇത്രത്തോളം ബാക്കിലത്തെ സീറ്റ് ഇപ്പം മടങ്ങിയാണ് ഇരിക്കുന്നത്. അത് നേരെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെയും റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. നമുക്കൊന്ന് കാണിക്കാം. ബാക്കിലത്തെ സീറ്റ് ഞാൻ സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ആംഗിൾ വരെ റിക്ലൈൻ ചെയ്ത് ഇനി എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടോ നല്ല കംഫർട്ടബിളായിട്ട് ഈ ഒരു വിങ്ങും വെച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കും. അത്യാവശ്യം കട്ടേഴ്സൊക്കെ ചാടിക്കഴിഞ്ഞാലും തല ഓടി കളിക്കാതെ അതിനകത്ത് തന്നെ ഇരുന്നോളൂ. ഏതായാലും സംഗതി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, കിടുവാണ്. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വയർലെസ് ചാർജിങ് പാഡ് നമുക്കിവിടെ ബാക്കിൽ അവൈലബിൾ ആണ്. ഇതൊരു കീട് ഫീച്ചറാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫോൺ ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. ഇവിടെ ചാർജ് ആവുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് കത്തുന്നതാണ്. അതുപോലെ തന്നെ 2 C ടൈപ്പ് ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. AC വെൻ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ മാത്രം സാധിക്കത്തുള്ളൂ. അതും ഒരു കിടു ഫീച്ചറാണ്. നമുക്ക് ഈ സൈഡിൽ വരുന്ന 2 റീഡിംഗ് ലാമ്പ് കാണാം. അത് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അവിടെ മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ടൈം ഓണായിട്ട് ഇരിക്കുന്നതായിരിക്കും. ഏതായാലും ബാക്കിലത്തെ ഒരു എക്സ്പീരിയൻസ് ഓവറോൾ അടിപൊളിയാണെന്ന് പറയാം. കാരണം ഇവിടെ ഒരു ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്. തീർന്നിട്ടില്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് ആം റെസ്റ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു സൈഡ് മാത്രമല്ല, ഈ ഒരു സൈഡിലും നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ആം റെസ്റ്റ് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഈ വാഹനത്തിൽ ബാക്കിലോട്ട് പോകണമെങ്കിൽ ഇത് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് നമുക്ക് പോകാൻ സാധിക്കും. പക്ഷേ ഒരുപാട് ഇടയില്ല. അതിന് ശരിക്കും സെൻട്രൽ ടണലിൽ കൂടെ തന്നെ പോകണം. അത് മാത്രമേ എനിക്ക് കുറച്ചൊരു അരോചകമായിട്ട് തോന്നിയിട്ടുള്ളൂ, ടു ബി വെരി ഫ്രാങ്ക്. കാരണം ഈ ഒരു സ്പേസിൽ കൂടെ പോവാന്ന് പറഞ്ഞാൽ അമ്മേ സ്പേസ് ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിൽ ഇരിക്കൽ ഇച്ചിരി പാടാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്കൂപ്ഡ് ഡിസൈനാണ് വരുന്നത്. അതായത് ഈ സീറ്റൊക്കെ വരുന്ന സ്കൂപ്പ് ഡിസൈൻ പോലെ തന്നെയാണ് ബാക്കിലത്തെ സീറ്റും. ഇവിടെ ഇങ്ങനെ സ്കൂപ്പ് ഡിസൈനാണ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും കൺജസ്റ്റഡ് ആണ്. ഈ ഒരു സീറ്റ് നമുക്കിപ്പോൾ ഏറ്റവും ബാക്കിലോട്ട് മാറ്റിയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇനി ഈ സീറ്റ് ഞാൻ ഫ്രണ്ടിലോട്ട് ആക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം എനിക്കിവിടെ വളരെ കൺജസ്റ്റഡ് ആണ്. ഇനി ഈ സീറ്റ് ഞാൻ ഒന്ന് ഫ്രണ്ടിലോട്ടാക്കാം. ആദ്യം ഒന്ന് ഫ്രണ്ടിലോട്ടാക്കിയേ. യെസ്. അപ്പോൾ ഇത് മാക്സിമം ഫ്രണ്ടിലോട്ടാക്കിയിട്ട് എൻ്റെ സീറ്റിംഗ് പൊസിഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചോണം. ഇതാണ് എൻ്റെ സീറ്റിംഗ് പൊസിഷൻ. വളരെ കൃത്യമായിട്ട് കാണാം എൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്താണെന്ന്. ഇതാണ് എൻ്റെ സീറ്റിംഗ് പൊസിഷൻ. അതായത് ഞാൻ ഇരിക്കുന്ന രീതി വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഈ ബാക്ക് സൈഡിലെ സീറ്റ് കുറച്ചുകൂടെ റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. അത് ഞാനിപ്പം ആദ്യത്തിനെ കൊണ്ട് റിക്ലൈൻ ചെയ്യിപ്പിക്കുകയാണ്. ആദ്യത്തെ ബാക്കിലോട്ട് പോയി റിക്ലൈൻ ചെയ്തേ. അപ്പോൾ ഇതിന് വേറെ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ പറയുന്ന ലിവർ വലിക്കണം. യെസ്, ഇത് വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ഇത്രയും കൂടെ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കംഫോർട്ടായി എന്ന് പറയാൻ സാധിക്കും. കാരണം കുറച്ചുകൂടെ ഒന്ന് ചാരി ഇരിക്കാനുള്ള ഫീല് കിട്ടി. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം എൻ്റെ മുട്ടിരിക്കുന്ന പൊസിഷൻ. എനിക്കിവിടെ തൈ സപ്പോർട്ട് തീരെ ഇല്ല. എന്തിന് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു സീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ടായിരിക്കണം ഇവർ ഈ ഒരു രീതി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് റോ ഒരു രക്ഷയില്ല. 3rd റോ അത്രയും പോരാ എന്ന് തന്നെ ഞാൻ വളരെ ഡീപ്പായിട്ട് സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിൽ ഒരു AC വെൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഒരു C ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്, ഒരു കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് വല്ലതും വെക്കാനും സാധിക്കും. സീറ്റ് ബെൽറ്റ് കിടന്ന് ഓടി കളിക്കാതിരിക്കാൻ വേണ്ടി അതും നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇറങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇതുപോലത്തെ ഒരു പ്രൊവിഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇറങ്ങാനുള്ളൊരു പ്രൊവിഷൻ വളരെ മോശമാണ്. അതുപോലെ തന്നെ AC സ്പീഡ് കൺട്രോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു C ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC വെൻ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി ഇത് ഇറങ്ങണമെങ്കിൽ വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇത് പൊറോട്ടാക്കി ഇങ്ങനെ ഇറങ്ങാൻ സാധിക്കും. കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇരിപ്പ് മാത്രം, ബാക്കി ഒരു രക്ഷയില്ല. വാഹനം കിടുവാന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ റിയർ ഡോറ് 2 സൈഡിലും നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഇതുപോലെ അവൈലബിൾ ആണ്. ആവശ്യമുള്ളപ്പോൾ എടുത്ത് വയ്ക്കാം, അല്ലാത്തപ്പം നമുക്ക് താഴോട്ട് ഇറക്കിയിടാം.
ബാക്ക് സൈഡിലെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഓരോ മോട്ടോഴ്സും ഈ സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. ഓരോ ബ്ലോവർ മോട്ടോഴ്സും വരുന്നുണ്ട്. നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ ക്യാമറയിൽ എനിക്ക് അത്ര വിസിബിളായിട്ട് കാണിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കയറി നോക്കിയായിരുന്നു. നമുക്കൊരു ചെറിയ മോട്ടറാണ് വരുന്നത്. ആ മോട്ടറാണ് ഇതിനെ ആ ഒരു എയറിനെ പ്രഷറൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്നൊന്ന് സ്റ്റോപ്പ് ചെയ്തു, ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇത് ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്കാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യത്തിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള വഴി ചെറിയൊരു ഇറക്കോ കയറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ബ്രേക്ക് അപ്ലൈ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ഓട്ടോ ഹോൾഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് എന്ന കാലെടുത്ത് ഫ്രീ ആയിട്ടിരിക്കാൻ സാധിക്കും. ഓട്ടോ ഹോൾഡ് ഫീച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ. യെസ്, അപ്പം നിങ്ങളിപ്പോൾ കണ്ടത് എന്താണെന്നറിയാം. അതായത് ഈ ഒരു ചുമല ലൈറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതാണ് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ നിന്ന് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സൺറൂഫ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. വാഹനം ഓഫ് ചെയ്തു. ഇനി ലോക്ക് ചെയ്യുന്ന സമയത്ത് സൺറൂഫ് അടയോ എന്നൊന്നും അറിയാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ലോക്ക് ചെയ്ത് ഈ വാഹനം. മിറേഴ്സ് എല്ലാം ഫോൾഡായി, പക്ഷേ നമ്മുടെ സൺറൂഫ് അടഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വാഹനത്തിലും ആ ഒരു പരിപാടി ഇല്ലെന്നുള്ളൊരു കാര്യം നമുക്കൊരു തീരുമാനമായിട്ടുണ്ട്. യെസ്, ഇപ്പം വാഹനം ഞാനൊന്ന് അൺലോക്ക് ചെയ്തു, തുറന്ന് കയറി. ഇതൊരു ടച്ചാണ് കേട്ടോ. ഇവിടെ ഈ റിക്വസ്റ്റ് സ്വിച്ച് വരുന്നത് ഒരു ടച്ച് സ്വിച്ച് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ വാഹനം ഒരു ടെർബോ ചാർജ്ഡ് വാഹനമാണ് വരുന്നത്. പെട്രോൾ 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് വാഹനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വരുന്ന ടെർബോ സ്മാർട്ട് സ്ട്രീം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന പെട്രോൾ വേരിയൻ്റ് ആണ്. അതായത് 1.5 ലിറ്ററിൻ്റെ 4 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഈ ഒരു വാഹനത്തിൽ തന്നെ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഡീസലും പെട്രോളും. പെട്രോളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഡീസൽ വേരിയൻറ്റ് വരുന്നത് 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. 4 സിലിണ്ടറാണ് ഡീസൽ വേരിയൻറ്റ് വരുന്നത്. അതേ സ്ഥാനത്ത് പെട്രോൾ വേരിയൻറ്റിൽ വരുന്ന സമയത്ത് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ഉള്ള വാഹനവും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1.5 ലിറ്റർ ടെർബോ പെട്രോളിന് 160 PS പവറും 253 ന്യൂട്ടൺ ടോർക്കാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. ഒരു നോർമൽ മൈലേജ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഡ്രൈവ്സിലൊക്കെയാണ് 8 തൊട്ട് 10 കിലോമീറ്റർ വരെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഹൈവേസിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 15 കിലോമീറ്റർ മൈലേജ് വരെ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു 1.5 ലിറ്റർ ഡീസൽ വാഹനമാണെന്നുണ്ടെങ്കിൽ 116 PS പവറും 250 Nm ടോർക്കുമാണ് വരുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ 6 സ്പീഡ് 80 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ ഒരു വാഹനത്തിന് ഏകദേശം 12 തൊട്ട് 15 കിലോമീറ്റർ വരെയാണ് മൈലേജ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഈ കീയുടെ ഫംഗ്ഷൻ ഒന്ന് നോക്കിയാലോ. ലോക്ക്, അൺലോക്ക്, ഹോൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും, ഇതെന്തിനാണ് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ? കാരണം ഇത് ഇലക്ട്രിക് ബൂട്ടൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നു? അതൊരു സേഫ്റ്റി പർപ്പസാണ്. ഈ ഒരു പർപ്പസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ലോക്ക്, അൺലോക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഹോൾഡിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടഡ് ആണ്, പക്ഷേ വാഹനം ലോക്ക്ഡ് ആണ്, നമുക്ക് തുറക്കാൻ സാധിക്കത്തില്ല. അൺലോക്ക് ചെയ്യാം. ഇനി വാഹനം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ ബട്ടണിൽ തന്നെ എനിക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പം ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിച്ചോണം. യെസ്, അങ്ങനെ ഈ വാഹനം ഓഫായിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോൾഡ് എന്തിനാണെന്നുള്ളതാണ്. കാരണം ഞാൻ ഈ വാഹനത്തിൻ്റെ കീ ആയിട്ട് ഈ വാഹനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഹുഡ് എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു ബൂട്ട് എനിക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു താക്കോല് ഞാൻ വേറൊരാളുടെ കൈ കൊടുക്കുകയാണ്. വേറൊരാളുടെ കൈ കൊടുത്തു. ഇനി ഈ വാഹനം ഇപ്പം ലോക്ക് ചെയ്തായിട്ട് ഇപ്പോൾ ഈ വാഹനം ലോക്ക് കണ്ടീഷനാണ്. അപ്പോൾ എൻ്റെ കൈ താക്കോലില്ലാത്തതുകൊണ്ട് എനിക്ക് തുറക്കാൻ സാധിക്കത്തില്ല. വേറൊരാൾക്ക് അത് ആദ്യത്തിന് അവിടെ നിന്ന് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ, ബൂട്ട് ഓപ്പൺ ചെയ്തേ. ഇങ്ങനെ വേറൊരാൾക്കിത് ഓപ്പൺ ചെയ്യാനുള്ള ആക്സസ് കൊടുക്കാൻ സാധിക്കും. അതിനാണ് അങ്ങനെ ഒരു ബട്ടൺ അവിടെ വരുന്നത്. പക്ഷേ ഇവിടുന്ന് നമുക്ക് ബാക്കിയുള്ളതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ബാക്കിയൊക്കെ ലോക്ക്ഡ് ആണ്. ഇവിടുന്ന് കയറി വല്ലതൊക്കെ എടുക്കാൻ വേണമെങ്കിൽ സാധിക്കും. അല്ലെങ്കിൽ ബൂട്ടിൽ നിന്ന് മാത്രം വല്ല എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കത്തക്ക രീതിയിലാണ് ആ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഓഫ് വരുന്ന വാഹനത്തിൻ്റെ സെപ്പറേറ്റ് ബാറ്ററിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഫ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മെയിൻ ഫ്യൂസസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ആദ്യം കാണിച്ച പോലെ നമ്മുടെ തൊട്ട് താഴെയാണ്, നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് വരുന്നത്. ഏകദേശം അത്യാവശ്യം കൈയിട്ട് പണിയാൻ പറ്റുന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ നോക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്കാണ്. എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യാനുള്ള ക്യാപ്പ് ഇതിൻ്റെ താഴെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ പിന്നെ അഥവാ ഈ ഒരു സിമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഇതാണ്. നമ്മുടെ കൂളൻ്റ് വരുന്ന ഡീകാസ്റ്റർ വരുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന ഹോസും അല്ലെങ്കിൽ ആ ഒരു ക്യാപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ
കിടുവാണ്. നമുക്കങ്ങനെ ഒരു ഡ്രൈവ് പോവാം. ഏതായാലും ഈ ഒരു വാഹനത്തിലെ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു രക്ഷയില്ല, അത്ര ഇഷ്ടമാണ് എനിക്ക്. ശരിക്കും ഭയങ്കര ഫ്രം ഹാർട്ട് ഞാനിത് പറയുകയാണ്. കാരണം ഞാൻ ഏകദേശം ഒരു 20 കിലോമീറ്റർ ഈ വാഹനം ഡ്രൈവ് ചെയ്തോളും. ആ ഡ്രൈവ് ചെയ്ത് 20 കിലോമീറ്റർ കിടു എന്ന് പറഞ്ഞാൽ കിടുവാകട്ടോ, ഒന്നും പറയാനില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഇതിൻ്റെ കംഫോർട്ട് തന്നെയായിരിക്കും. ഡീസൽ വേരിയൻറ്റ് ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ പെട്രോള് ടർബോ ചാർജഡ് വെഹിക്കിൾ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഏതായാലും ഇതിൻ്റെ സ്പീഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതായാലും 1.5 ലിറ്റർ എഞ്ചിൻ അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കിടു. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് നോക്കണം കേട്ടോ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിനൊരു പ്രശ്നമില്ല. നിങ്ങളിപ്പം മേടിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു 6 സീറ്റർ പ്ലാന് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാഹനം ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കേസും കൂടെ ഉണ്ട്. ഒരു 6 സീറ്റർ നോക്കുകയാണെങ്കിൽ പോലും ഒരു 4 പേർക്ക് കംഫോർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ. അതായത് 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ, 2 പിള്ളേർ അല്ലെങ്കിൽ 3 പിള്ളേർക്ക് വേണമെങ്കിൽ ബാക്കി സുഖമായിട്ടിരിക്കാം. വലിയ ആൾക്കാർക്ക് ബാക്കി ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് തന്നെ ഞാൻ പറയും. നെഗറ്റീവ് ഉറപ്പായിട്ട് ഒബ്വിയസ്ലി ഞാൻ നെഗറ്റീവായിട്ട് തന്നെ പറയും. പിന്നെ ഇതൊരു 7 സ്പീഡ് DCT വാഹനമാണ്. ഡ്രൈവും ഒരു രക്ഷയില്ല. ഡ്യുവൽ ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ഗിയർ ചേഞ്ച് ആകുന്നത്, അതായത് നമുക്ക് നല്ല രീതിക്ക് നല്ല അഗ്രസീവായിട്ട് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും. അതൊരു സത്യസന്ധമായിട്ടൊരു കാര്യമാണ്. ഏതായാലും നമ്മുടെ സ്ഥിരം റോഡ് തന്നെയാണ്, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ സ്ഥിരം ഡ്രൈവ് ചെയ്യുന്നൊരു വാഹനം റോഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഓട്ടോ ഹോൾഡ് ഫീച്ചറും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിടുകയാണ്. നമുക്കൊരു ഓട്ടോ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഓട്ടോ ഹോൾഡ് ഫീച്ചറും ഓണാണ്. രാത്രിയായി തുടങ്ങി, വെട്ടം മങ്ങി തുടങ്ങി, അതുകൊണ്ട് ഹെഡ്ലൈറ്റ്സ് എല്ലാം ഓണാണ്. നമ്മുടെ സ്ഥിരം കയറ്റം തന്നെ നമ്മൾ കയറുകയാണ്. ഈ കയറ്റം കയറി ഞാൻ സാധാരണ രീതിക്കൊന്ന് കാലെടുത്തപ്പം വാഹനത്തെ പുറകോട്ട് പോകുന്നു ഒബ്വിയസ്ലി. അപ്പം ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോ ഹോൾഡ് ഫീച്ചർ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. എനിക്കിവിടെ കാണാൻ സാധിക്കും ഓട്ടോ ഹോൾഡ്. അപ്പോൾ ഓട്ടോ ഹോൾഡ് വന്നുകൊണ്ട് തന്നെ വാഹനം എത്ര നേരം വേണ്ടി ഇവിടെ നിന്നോളും. അപ്പോൾ ഞാൻ ഇനി ആക്സിലേറ്റർ കൊടുക്കുകയാണ്. ആക്സിലറേറ്റ് ചെയ്യുന്നതനുസരിച്ച് വാഹനം മുമ്പോട്ട് പൊക്കോളും. പക്ഷേ ഈ ഒരു കയറ്റം കയറിയിട്ട് നമ്മുടെ മിറേഴ്സ് വന്നില്ല. യെസ്, അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഈ വഴി നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആണ്. വളരെ ചെറിയൊരു വഴിയാണ്. ബൈക്ക് വന്നാലും പാടാണ് നമുക്ക് കയറ്റി വിടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും കടന്നുപോയി. ചെറിയ വഴിയാണ്. ഈ വാഹനം കുറച്ചേറെ വലുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഹോണ് ഒരു രക്ഷയില്ല. അത് ഹുണ്ടായിയുടെ ഏതൊരു വാഹനം എടുത്താലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവരുടെ ഹോണ്. ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇത്രയും ഹോണ്, ഈ ഒരു സൗണ്ട് അകത്തോട്ട് കയറി വരുന്നത് ഞാൻ സൺറൂഫ് ഓപ്പൺ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു നല്ലൊരു NVH ലെവൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. നോയ്സ്, വൈബ്രേഷൻ, ഹാർഷ്നെസ് വളരെ കുറവാണ്. കാരണം അതുപോലെ അവർ നല്ല രീതിക്ക് ഇതിനെ ട്യൂൺ ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ്, ഞാൻ ഉറപ്പ് തരും. കാരണം ഔട്ട്സൈഡ് നോയ്സ് വളരെ കുറവാണ് നമുക്ക് അകത്തോട്ട് ഫീൽ ചെയ്യുന്നത് തന്നെ. പിന്നെ ഇരുട്ടായതുകൊണ്ടും ഞാൻ ഏകദേശം ഇന്ന് ഞങ്ങൾ ഈ വാഹനം പിക്ക് ചെയ്തത് കുറച്ച് ലേറ്റ് പോയതുകൊണ്ടും തന്നെ ഇപ്പോൾ ഏകദേശം സമയം 6:15 ആയിട്ടുണ്ട്. വൈകിട്ട് 6:15 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ്. ഏതായാലും നമുക്കുള്ള സമയത്ത് നല്ല അടിച്ചു പൊളിച്ചങ്ങ് പോവാം അല്ലേ. ശരിക്കും ഒരു രക്ഷയില്ല. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അത് കാല് തൊട്ട് കഴിഞ്ഞാൽ പറക്കും. 1.5 ലിറ്റർ എഞ്ചിൻ ഒരു രക്ഷയില്ല. പക്ഷേ ഞാൻ ശരിക്കും എനിക്ക് ട്യൂസോൺ ഓടിച്ച സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം അതിൻ്റെ എഞ്ചിൻ സൈഡ് തന്നെയാണ്. ഒരു 2 ലിറ്റർ എഞ്ചിനാണത്. പവർ കയറി വരുന്നൊരു വഴി നമ്മൾ അറിയത്തില്ല, അതുപോലെ പവറാണ്. സംഗതി കിടുക കേട്ടോ. അങ്ങനെ നമ്മുടെ ലുലുമാളൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇങ്ങനെ ഡ്രൈവ് നടത്തുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. മൈ ഗാഡ്, സഡൻ ബ്രേക്ക് ചെയ്തിട്ട് വന്നു. ഏതായാലും ഒരു രക്ഷയില്ല. വേറെ ക്യാമറ ഒന്നും എടുത്തില്ല, ഇന്നൊരു സഡൻ പരിപാടി ആയി പോയതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ടിലത്തെ സ്പീഡോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത. ഏതായാലും നല്ല രീതിക്ക് കിടും. ഇനി നമുക്ക് ഏതായാലും നമ്മുടെ മോശപ്പെട്ട വഴിയൊന്ന് ഓടിച്ച് നോക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ വാഹനങ്ങളിലൊക്കെ കാല് കൊടുത്ത് ഇതുപോലെ ഓടിച്ചു കഴിഞ്ഞാൽ അടിവാലം. മൈലേജ് എന്ന് പറയുന്ന സാധനം നോക്കണ്ട, ഒരു 8ഓ 7ഓ വല്ലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാല് കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജ് കിട്ടുന്നതായിരിക്കും. ഏതായാലും നമ്മുടെ മോശപ്പെട്ട വഴിയൊന്ന് ഓടിച്ചു നോക്കാം. ഇപ്പോഴത്തെ വഴിയിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏതായാലും ഡ്രൈവിംഗ് കംഫോർട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം. യെസ്, ആദ്യം തന്നെ ഒരു മഡി റോഡ്. നല്ല ABS ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
വാവ്, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സോഫ്റ്റ് സസ്പെൻഷനാണ് കേട്ടോ. ടു ബി വെരി ഫ്രാങ്ക്, നമ്മുടെ ക്രെറ്റ ഓടിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ക്രെറ്റയെ കഴിഞ്ഞും ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടെ സ്മൂത്താണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രെറ്റ കുറച്ചുകൂടെ ഒരു സ്റ്റിഫർ സസ്പെൻഷൻ സൈഡാണെന്ന് എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. ഇത് ആകെപ്പാടെ 14,377 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം. ഏതായാലും സംഗതി പൊളിയാണ്, വലിയ ഒലച്ചിലില്ല, കൊള്ളാം. ഓവറോൾ അടിപൊളി പെർഫോമൻസ് ആണ്. ഇതിൻ്റെ ഷോക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ പിന്നെയും എടുത്ത് പറയുന്നൊരു കാര്യമാണ്, വാഹനം നമ്മൾ ഏതെങ്കിലും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് നോക്കുന്നത് അത്യാവശ്യമായിരിക്കും. അതായത് നിങ്ങളൊരു ഡ്രൈവ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഡ്രൈവ് ചെയ്യാതെ ഒരിക്കലും, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ പറഞ്ഞു അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. കാരണം എൻ്റെ കംഫോർട്ടായിരിക്കത്തില്ല വേറൊരാളുടെ കംഫോർട്ട്. അപ്പം എനിക്ക് എൻ്റെ ഒരു കംഫോർട്ട് സൈഡും ആ ഒരു രീതിയൊക്കെ വെച്ചായിരിക്കും ഞാനൊരു അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് ഞാൻ നല്ല ആരൊരു അഭിപ്രായം പറഞ്ഞാലും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം ഉറപ്പായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തോണം. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് അത് നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ആ വാഹനം സെലക്ട് ചെയ്യാവുള്ളൂ. ഹുണ്ടായുടെ ഏത് വാഹനം നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹുണ്ടായുടെ, നമ്മുടെ പോപ്പുലർ ഹുണ്ടായുടെ നമ്പർ കൊടുത്തേക്കാം. അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും, പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇനിയാണെങ്കിൽ തന്നെ നമ്മുടെ GST റേറ്റ് വരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രൈസ് ഡ്രോപ്പ് വരുന്നുണ്ട് പല വാഹനങ്ങൾക്കും. അപ്പോൾ എത്രയാണെന്നും അതിൻ്റെ റേറ്റും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് എൻക്വയറി നടത്തി നോക്കുക. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും രീതിക്കുള്ള വാർണിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മോഡിൽ വളരെ വ്യക്തമായിട്ട് അത് കാണിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയിൻ കീപ്പ് അസിസ്റ്റ്, അത് പച്ച കത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ലൈനിൽ നമ്മൾ കൈ പിടിക്കാതെ തന്നെ വാഹനം പോകുന്നതായിരിക്കും. ഓക്കെ, ഒത്തിരി വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ അതിനും കൺഫ്യൂഷനായി പോകും. അതുകൊണ്ടാണ് അങ്ങനെ നിന്ന്. ഇപ്പം നമുക്ക് സ്ട്രെയിറ്റ് പോകാം. ഇതിപ്പം സെൻസ് ചെയ്ത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കറക്റ്റ് ആണെങ്കിൽ അത് ഗ്രീനും നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു ആനിമേഷനും കൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഗ്രീൻ പോകുന്ന എപ്പോഴാണോ നമ്മൾ കൈ പിടിച്ചോണം, അത് ശ്രദ്ധിച്ച് പോകണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിലാണ് ഞാനിപ്പോൾ പോകുന്നത്. 30 കിലോമീറ്റർ സ്പീഡിലാണ് നിർത്തിയേക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലുള്ളൊരു വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇത് കൂടുകയും കുറയുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഡിസ്ട്രാക്ഷൻസും കൈ പിടിച്ചോ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന വാഹനം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കയറ്റമൊക്കെ കയറുന്ന സമയത്തോ അല്ലെങ്കിൽ അത്യാവശ്യം ലോ സ്പീഡിൽ പോകുന്ന സമയത്ത് ഗിയർ ചേഞ്ച് ചെയ്യാറായി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കിവിടെ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇനി അതല്ല, നമുക്ക് ഗിയർ ലിവർ നോബിൽ തന്നെ നമുക്ക് റൈറ്റിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊരു സ്പോർട്സ് മോഡ് ആയിട്ടുണ്ട്. നമുക്ക് പ്ലസ് ആൻഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഗിയേഴ്സ് മാറാം. ആ ഗിയേഴ്സ് മാറുന്ന വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ മീറ്ററിൽ കാണാൻ സാധിക്കും. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആയില്ല, ഇപ്പോൾ ഫോർത്ത്. ഓക്കെ, നമുക്കിത് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധിക്കും തേർഡ്. അപ്പോൾ നമുക്ക് നല്ല അഗ്രസീവായിട്ട് ഈ വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആംബിയൻ ലൈറ്റ് കാണാൻ നല്ല രസമുണ്ട്. ഈ ഡോർസിലെല്ലാം വരുന്ന ഈ ഒരു ആംബിയൻ ലൈറ്റ് നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വാഹനത്തിനകത്തോട്ട് കയറി വരുമ്പോൾ ഈ ഒരു ലൈറ്റ് കാണാൻ തന്നെ നല്ല രസമാണ്. ഇതിൻ്റെ ഒരു ആനിമേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല കിടുവാണ്. ഏതായാലും വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ലൈറ്റിൻ്റെ ഒരു അവസ്ഥയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കണ്ടോ, നല്ല രസമുണ്ട്, അടിപൊളിയല്ലേ. ഈ ഡോർസ് എല്ലാം വരുന്നുണ്ട്. ബാക്കിലത്തെ ഡോറിലും നമുക്കത് കിട്ടുന്നുണ്ട്. കൊള്ളാം, കിടു. അങ്ങനെ നമുക്കത് അൽക്കസാർ എന്നുള്ള ലൈറ്റിംഗ് ഇവിടെ നല്ല കീടുമായിട്ട് കാണാൻ സാധിക്കും. പൊളിയല്ലേ സാറ്?